ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദ് പോവുക. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സീറ്റിൽ വേറെ ആളിരിപ്പുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അടി നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അടി കിട്ടിയാലെന്ന് മാത്രമല്ല, ഇവിടെ നിന്ന് മാറിയിരിക്കാനെല്ലാം പറഞ്ഞ ഉടനെ എന്നാ അവന്മാർ ചെയ്യാൻ പോകുമെന്ന് പറയാൻ പറ്റില്ല. ആ കാലത്ത് ഈ പറഞ്ഞ IT വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പയ്യനും ഇതുപോലെ നടന്ന് ബസ്സിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കയറി ഇറങ്ങി നടന്നു. പക്ഷേ ആ പയ്യന് മനസ്സിലായി ഇതൊരു വലിയ പ്രോബ്ലമാണ്, ഇതെല്ലാവരും നേരിടുന്നൊരു പ്രശ്നമാണ്. വണ്ടിയില്ല, വണ്ടി ബുക്ക് ചെയ്യാൻ തന്നെ അവിടെ മുഴുവൻ കയറി ഇറങ്ങി നടക്കണം. വണ്ടി ബുക്ക് ചെയ്ത സീറ്റ് കിട്ടിയാൽ തന്നെ തോന്നിയ റേറ്റ്. അത് മാത്രമല്ല, യാത്ര ചെയ്യാൻ വരുമ്പോൾ തന്നെ തല്ലിപ്പൊളി വണ്ടിയായിരിക്കും വരുന്നത്. അതിന് യാതൊരു ഉറപ്പുമില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റിയാൽ എല്ലാ ആൾക്കാർക്കും പ്രയോജനമുണ്ടെന്ന് ഉള്ള ചിന്തയെന്നാണ് ഈ പയ്യനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. അതാണ് റെഡ് ബസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടവർക്ക് റെഡ് ബസ്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ കയറി ബസ് സെർച്ച് ചെയ്യാം. അങ്ങേ സൈഡിൽ ബസ്സുകാരന് ടിക്കറ്റ് കൊടുക്കാൻ നിൽക്കുന്ന ബസ്സുകാരൻ ഈ ഓഫീസിലിരുന്ന ടിക്കറ്റ് എഴുതുന്നതിന് പകരം ഇതിനകത്തേക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരിക. ഈ പ്ലാറ്റ്ഫോമിൽ അവർക്ക് ടിക്കറ്റ് ഇന്ന ഡേറ്റിൽ ഓടുന്ന ബസ്സുകൾ ഇതിനകത്തേക്ക് വരിക. ബസ് ഏത് ബസ്സാണെന്ന് പറയുക, അത് വോൾവോ അല്ല ഏത് വണ്ടിയാണെന്ന് പറയുക, ആ വണ്ടിക്ക് ഇതാണ് റേറ്റ്, അല്ലെങ്കിൽ നോർമൽ ലൈലാൻഡാണ്, AC ആണ്, നോൺ AC ആണ്, പുഷ് ബാക്ക് ആണ്, അല്ലെങ്കിൽ സ്ലീപ്പറാണ്, എന്താ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൊടുക്കുക. ബുക്ക് ചെയ്യേണ്ട പബ്ലിക് അതിനകത്ത് കയറുക, റേറ്റ് നോക്കുക, അവർ ബുക്ക് ചെയ്യാൻ ടൈമിൽ ബസ് വരും, വണ്ടി വരും, കയറിപ്പോരാ. ഈ ഒരു പ്ലാറ്റ്ഫോം മാത്രമേ അവനുണ്ടാക്കിയുള്ളൂ. അവന് ബസ്സുമില്ല, ഇതൊന്നുമില്ല. ലാസ്റ്റ് അയാൾ ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഒരു 2 വർഷം കഷ്ടിച്ച് മെയിൻറ്റെയിൻ ചെയ്തു. 2 വർഷം കഴിഞ്ഞ് ആ പ്ലാറ്റ്ഫോം അയാൾ കൊടുത്തത് 500 കോടിക്കാണ്. ഈ പ്ലാറ്റ്ഫോം, അതായത് മനുഷ്യന് നാട്ടിൽ നേരിടുന്നൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കിയതുകൊണ്ടാണ് 500 കോടിക്കാണ് ആ പ്ലാറ്റ്ഫോം ലാസ്റ്റ് കൊടുത്തിട്ട് പോയത്. ബാക്കിയുള്ളവർക്ക് എന്തായി? ബാക്കിയുള്ളവർ ഇപ്പോൾ അതിൻ്റെ യൂസറായി. മറ്റന്ന് അവിടെ നിന്ന് തെറി വിളിച്ചുകൊണ്ടിരുന്നവരൊക്കെ ഇന്നിപ്പം റെഡ് ബസ്സിൽ കയറി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. കാരണം അവരുടെ തല അതിലപ്പുറം വർക്ക് ചെയ്യത്തില്ല. നോർമൽ ആൾക്കാരുടെ തല അതിലപ്പുറം വർക്ക് ചെയ്യത്തില്ല. അവർ ഇത് മാത്രമേ അവർക്ക് മനസ്സിലാകുന്ന പരിപാടിയുള്ളൂ.